പ്രിയ, ഇവര് മൂന്നുപേരും എന്തിനാ ഇവിടെ നിന്ന് ഇങ്ങനെ കരയുന്നേ? അത് തന്നെയാ ഞാൻ നോക്കുന്നത്. ഇനി ചിലപ്പോ ഞാൻ പോകുന്നതിന്റെ സങ്കടാവോ? ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. എടാ കുഞ്ഞാപ്പൂ, കരയില്ലേ? ആമിത, കരയില്ല മോനെ. ഈ ആമിതാക്ക് എന്നായാലും പോവേണ്ടത് തന്നെയല്ലേ? അതിപ്പോ ആമിത പോണിനെ കരയുന്നെന്ന് ആരാ പറഞ്ഞത്? കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അതൊന്നും അല്ല അവരുടെ പ്രശ്നം. പിന്നെ എന്തിനാണ് ചെക്ക മൂന്നെണ്ണം ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കരയുന്നത്? ഞാൻ വിചാരിച്ചു എന്നോടുള്ള സ്നേഹം കൊണ്ട് കരയാണെന്ന്. ആമിത, ആമിത, തത്തുവാണി കാണുന്നില്ല. ആമിത, തത്തുവാണി കാണുന്നില്ലെന്നോ? ഓൾ അവിടേക്ക് എവിടേക്കും പോയിട്ടുണ്ടാവും. ഇപ്പൊ വരുമായിരിക്കും. അതിനെന്തിനാ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് കരയുന്നേ? ഇല്ല, കുറെ നേരമായി ഓൾ പോയിട്ട്. ഓളമ്മ അതിലേക്ക് പോയി അന്വേഷിച്ചു. അവിടെ ഒന്നും കാണുന്നില്ല ഓളെ. മൂന്നെണ്ണം ഇരുന്ന് നല്ല മോങ്ങലാണല്ലോ. നല്ല സങ്കടമുള്ള പോലെ അവരുടെ സങ്കടത്തില് പങ്കുചേരാം. ഇല്ല സത്യങ്ങൾ, എനിക്ക് മാത്രമേ ഇവിടെ അറിയുള്ളൂ. ഈ പൊട്ടത്തികൾക്കൊന്നും അതറിയില്ലല്ലോ. ഇവർക്കെന്തിനാ ഇവരുടെ കരച്ചിൽ കണ്ടിട്ട് ഇത്രക്ക് സന്തോഷം? ആന്റി, ആന്റിക്കെന്താ ഇത്ര വലിയ സന്തോഷം? അത് പിന്നെ എനിക്ക് സന്തോഷം ഇല്ലാതിരിക്കോ? ഇന്ന് ആമിയുടെ വിവാഹ ദിവസമല്ലേ? ഒരു ദിവസം മുടങ്ങിപ്പോയ കല്യാണല്ലേ? എന്നിട്ട് നമ്മളെ എത്ര മാത്രം കാത്തിരുന്നു. എന്നിട്ട് ഇത്ര നേരമൊന്നും ആന്റിക്ക് വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. സാരി പോയെന്ന് പറഞ്ഞിട്ടേ ഭയങ്കര ബാലമ്പക്കലില്ലായിരുന്നോ ഇവിടെ? അത് പിന്നെ മോളെ, ആർക്കാരും ദേഷ്യം വരാതിരിക്കോ? അത്രയും വിലപിടിപ്പുള്ള സാരി കാണാതായല്ലേ എന്റെ മോൾക്കാരും ദേഷ്യം വരില്ലേ? അല്ലാതെ ഇത് ചെറിയ സാരി ഒന്നുമല്ല. എത്ര വില കൊടുത്ത് വാങ്ങിയതാന്നറിയോ? അല്ല അമ്മിമോളെ, നീ പറ, ആർക്കായാലും സങ്കടം ഉണ്ടാവില്ലേ? അത്രയും വില കൂടി സാരി നഷ്ടമായാല്? ഒരു 2000-നും 3000-നും സാരി ആണെങ്കിൽ പിന്നെയും പോട്ടെന്ന് വെക്കാം. ഇത് 25,000 രൂപയുടെ സാരിയാ. അതങ്ങ് പോയാലേ അങ്ങ് വെറുതെ കളയാൻ പറ്റുമോ? അത് ശരി ആന്റി. ഇപ്പൊ നോക്ക്, ഈ കല്യാണ പെണ്ണല്ലേ നീ? എന്നിട്ട് നിന്റെ ഡ്രസ് തന്നെ നോക്ക്, അതിന് തന്നെ ഒരു 5000 രൂപയ്ക്ക് ആയിട്ടുണ്ടാവുള്ളൂ. ഓ, എന്തൊരു പൊങ്ങച്ചാടി. ആന്റി ആയി പോയില്ലേ? സൈക്കിൾ അല്ലാതെ വേറെ നിവർത്തിയില്ലല്ലോ. അല്ല, ഈ കൊച്ചുങ്ങൾ എന്തിനാ ഇങ്ങനെ ഇരുന്ന് കണ്ണീർ വാർക്കുന്നത്? ചിലപ്പോഴേ ആമി പോകുന്ന സങ്കടമായിരിക്കും അല്ലേ? കരയൊന്നും വേണ്ട കൊച്ചുങ്ങളെ, നല്ലതിനല്ലേ. അല്ലാതെ ആമിത്തെ ഇങ്ങനെ കെട്ടിക്കാതെ ഇവിടെ തന്നെ ഇരുന്നാലാണോ നിങ്ങൾക്ക് സന്തോഷാവുക? ഒന്നുമല്ലെങ്കിൽ ആമിത്താടെ കല്യാണി ഒരു തവണ മുടങ്ങിയിട്ടേ നിങ്ങളെല്ലാവരേ ഒരുപാട് കണ്ണീർ ഒഴുക്കിയതല്ലേ? ഇപ്പൊ അതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്? ആന്റി, ആന്റി, ഞങ്ങൾ അതിനൊന്നല്ല കരയുന്നത്. പിന്നെ എന്തിനാ കുട്ടികളെ? അത് അത് ഞങ്ങൾ തത്തുവാണി കാണുന്നില്ല ആന്റി. അപ്പഴേ സംഭവം കളിക്കിരിക്കണോ? എന്തായാലും കുറച്ച് സങ്കടമുള്ള പോലെ അഭിനയിച്ച് അങ്ങോട്ട് നിൽക്കാം. അവളെവിടെ പോവാനാ? അവളുടെ അച്ഛന്റെ കൂടെ എവിടെയൊക്കെ പോയിട്ടുണ്ടാവും. ഇല്ല, അവളുടെ അച്ഛന്റെ കൂടെ ഒന്നുമല്ല. അച്ഛനൊക്കെ വന്നിരുന്നു അവളെ തെരഞ്ഞിട്ട്. പിന്നെ നിങ്ങളല്ലേ പറഞ്ഞത് അവളുടെ അച്ഛനെ തെരഞ്ഞു പോയതാണ് അവളെന്ന്? നിങ്ങൾക്ക് അറിയാതിരിക്കും കൊച്ചുങ്ങളെ, അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അല്ലാതെ അവൾ എവിടെ പോവാനാ? ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല. അവൾ അങ്ങനെ വിട്ടൊന്നും പോവാത്തതാ. അവൾക്ക് ദൂരെ എവിടെയോ അവരെയും പരിചയമില്ലാത്തതാ. അതെ, അവളെ അവിടെ നിന്ന് വന്ന കുട്ടിയല്ലേ, നമ്മുടെ നാട്ടിലത്തെ കുട്ടിയൊന്നുമല്ലല്ലോ. ഞങ്ങളില്ലാതെ അവൾക്ക് എവിടെ പോവാൻ അറിയില്ല. അത് ശരിയാ. പാവം തക്കുടുവാവ, അവളിത് എവിടെ പോയെന്നാവോ? ഒന്നങ്ങോട്ട് വേഗം നടക്കു കുട്ടി, നിന്നെ കൊല്ലണമെന്നല്ല ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്നിങ്ങോട്ട് വേഗം വാ കുട്ടി. അവള് സൂക്ഷിച്ചോ, അവളെ വിളഞ്ഞ വിത്താണെന്ന് തോന്നുന്നു. പറയുന്നത് കേട്ട് അനുസരിച്ച് നിന്നാലേ നിന്നെ കല്യാണത്തിൽ കൊണ്ടുവിടാ, അല്ലെങ്കിലേ നിന്നെ കൊണ്ടുവിടില്ല, നോക്കിക്കോ. ഈ പെണ്ണിനൊന്ന് വേഗം ഗൈറ്റിനുള്ളിലാക്ക്, ആരെങ്കിലും കാണും. മിണ്ടാതിരുന്നോ, നിന്നെ ഇവിടെ രക്ഷിക്കാനായിട്ടേ ആരും വരത്തില്ല, നോക്കിക്കോ. തല്ലിക്കൊന്നുകളയും ഞങ്ങൾ. അവളുടെ പറച്ചിൽ കേട്ടതൊന്നും അവളുടെ വീട് വലിയ കൊട്ടാരമാണെന്ന്. നീ ഒന്നും മിണ്ടാതെ ഇങ്ങോട്ട് പോയി വച്ചേ. അതെ,
തൽക്കാലം നീ അകത്തേക്ക് കയറ്. നമുക്കേ എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. ഇവളെ ഒരു നടക്ക് കയറുമെന്ന് തോന്നുന്നില്ല. നീയും കൂടി ഒന്ന് ശ്രമിച്ചേ. ഇതാ ഞാനും കൂടി വരാം. അനുസരണ ശീലമില്ലാത്ത കുട്ടികൾക്ക് നല്ല വടി തന്നെ എടുക്കേണ്ടി വരും. നീ പാവമൊക്കെ തന്നെയാ, പക്ഷെ ഞങ്ങൾ പറഞ്ഞത് കേക്ക്. ആദ്യം ഈ വീട്ടിനുള്ളിലേക്ക് കയറ്, എന്നിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാന്ന്. കൊച്ചേ, നിന്നോടല്ലേ പറഞ്ഞത് നിന്നെ കല്യാണത്തിൽ കൊണ്ടുപോകാമെന്ന്? അത് നീ വീട്ടിനുള്ളിലേക്ക് കയറ്. കൊണ്ടുപോകാന്നല്ലേ പറഞ്ഞത്? കയറ് നീ ആദ്യം. ഇങ്ങോട്ട് വാ കൊച്ചേ. അതിന് മൂപ്പത്തിയെ ഓളിങ്ങോട്ട് വന്നിട്ടില്ലാന്ന്. ഓൾ അവിടെ കല്യാണ പേരിൽ തന്നെ ഉണ്ടാവുകയെ. അതന്നെയല്ലേ ഞാൻ പറഞ്ഞത്, ഓൾ അവിടെ കല്യാണ പേരിൽ ഉണ്ടാവുമെന്ന്. ഓള് കല്യാണ പെണ്ണിന്റെ പിന്നാലെ ഉണ്ടാവും. ഇതൊന്നും കൂടി പോയി നോക്കും മൂപ്പത്തിയെ. ഞാൻ എത്ര പേര് പറഞ്ഞു മൂപ്പത്തിയെ, തക്കുടുവാവ് എവിടേക്കും പോയിട്ടുണ്ടാവൂല, ഓളവിടെ കല്യാണത്തിന് തന്നെ ഉണ്ടാകുമെന്ന്. അപ്പൊ എന്റെ തക്കട് ബാബ അവിടെ കല്യാണ പേരിലില്ലേ? അയ്യോ, ഈ ബുദ്ധിയില്ലാത്ത മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. എന്തിനാ ഒരു കാര്യത്തിന് പോരാത്തൊരു മനുഷ്യനെ ഇവിടെ? ഒരു കൊച്ചിനെ കാണാനറിയാ, അന്വേഷിച്ച് പോവാൻ പോലും പാടില്ല. അത് തങ്കമ്മേ, ഞാൻ എന്ത് തങ്കമ്മേ ഞാൻ? നിങ്ങൾ അങ്ങോട്ട് നേരത്തെ വന്നിരിക്കാനെങ്കിലേ നിങ്ങൾ അന്വേഷിച്ച് അവൻ ഇങ്ങോട്ട് വരുമായിരുന്നോ? എല്ലാത്തിനും കാരണക്കാരൻ നിങ്ങളാ. എന്നിട്ടിപ്പോ അവള് കല്യാണ പേരിലുണ്ടാവും പോലും സ്വന്തം മകളെ ഒന്ന് അന്വേഷിച്ച് പോകാനും പോലും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ലല്ലോ. ഞാൻ അന്വേഷിച്ചുണ്ട്, ഞാൻ കണ്ടുപിടിച്ചുണ്ട് എന്റെ കുട്ടിയെ. ഇങ്ങനെ ഒരു മരക്കഴുതനെയാണല്ലോ എനിക്ക് ഭർത്താവായി കിട്ടിയത്. തങ്കമ്മേ, നീയിപ്പോ അങ്ങനെയൊക്കെ ചീത്ത പറഞ്ഞിട്ട് എന്താ കാര്യം? നീ ഒന്നും മിണ്ടാതിരിക്ക് തങ്കമ്മേ. നമുക്കിപ്പോഴേ നമ്മുടെ തക്രവാവിനെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതിനിവിടെ കിടന്ന് കരഞ്ഞിട്ടും ദേഷ്യപ്പെട്ടിട്ടും ഒന്നും ഒരു കാര്യമില്ല. ചന്ദ്രേട്ടൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട് വിവരമറിയിക്കാൻ. എന്റെ മോളില്ലെങ്കിൽ ഞാൻ എന്തായാലും ജീവിച്ചിരിക്കില്ല. തങ്കമ്മേ, കരയിൽ തങ്കമ്മേ.